ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ വ്ളോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പം ഞങ്ങൾ നമ്മുടെ ബോബില്ല ലേക്കിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അത് സരാണ്ടെ എന്ന് പറയുന്നത് സൗത്തിലെ ഒരു സ്ഥലമാണ്. അൽബേനിയനിലെ സൗത്ത് പാർട്ടിലെ ഒരു സ്ഥലമാണ് സരാണ്ടെ. ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു റിസോർട്ടിലെത്തി. ഇത് ആക്ച്വലി അവിടുത്തെ ആ റിസോർട്ടിലെ കാർ പാർക്കിംഗ് ആണ്. ഞങ്ങൾക്ക് ആ ഫുൾ റൂം ടൂറും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആകെപ്പാടെ ടയേർഡായിരുന്നു. അപ്പം ജസ്റ്റ് ഇതാണ് ആ ഒരു ഞങ്ങളുടെ ഫ്രണ്ട് ഹാളും പിന്നെ ഇതാണ് ബാൽക്കണി. ഇവിടെ ബീച്ച് വ്യൂ ആണ്. നമുക്ക് നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ചീപ്പും ആയിരുന്നു. അന്ന് അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ല റൂംസും ഒക്കെ ആയിരുന്നു. അതുപോലെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്ക റിസോർട്ട്സിനും ഒരു പ്രൈവറ്റ് പൂളും കാണും, അതുപോലെ തന്നെ ബീച്ച് സൈഡും കാണും. അപ്പം ഞങ്ങൾക്ക് തൊട്ട് സൈഡ് അപ്പുറത്ത് തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ടായിരുന്നു. നമുക്ക് ആക്സസ് ഉണ്ട് പ്രൈവറ്റ് ബീച്ചിലേക്കും പൂളിലേക്കും എല്ലാം നമുക്ക് ആക്സസ് ഉണ്ട് റിസോർട്ടിലുള്ളവർക്ക്. ഇത് അവിടുത്തെ ആ ഒരു നൈറ്റ് വ്യൂ ആണ്. ആ പൂൾ സൈഡിലെയും ആ ഒരു റിസോർട്ടിൻ്റെ ഭാഗത്തെല്ലാം നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഇപ്പം ഇതാണ് ഞങ്ങളുടെ റിസോർട്ടിലെ ആ ഒരു പ്രൈവറ്റ് ബീച്ചിൻ്റെ ഏരിയ. അപ്പം ഞങ്ങൾ രാത്രി ലേറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ 1-2 പേര് അവിടെ ഇങ്ങനെ സൈഡിലിങ്ങനെ ബാറുണ്ട്, അപ്പം അവിടെ ഇരുന്ന് ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ ആരും ബീച്ചിലൊന്നും അങ്ങനെ അധികം ആരും ഇല്ലായിരുന്നു. അതുപോലെ ഇവിടെ ഒരുപാട് ബീച്ച് ബെഡ്സും ചെയർസും ഒക്കെ കാണാം. ഇവിടെ നമുക്ക് ആക്ച്വലി ഏകദേശം ഒരു 5 പൗണ്ട് കൊടുത്താൽ മതി ഈ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു 10-15 പൗണ്ട് ആവും തോന്നുന്നു ഒരു ബെഡും ഒരു ചെയറും ആക്സസ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പം സച്ചിനും ചേട്ടായും ഒക്കെ അതിൽ കയറി ഒരു പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ കയറിയില്ല, എനിക്കതിനകത്ത് കയറാൻ താല്പര്യമില്ലായിരുന്നു. നല്ല തിര ഉണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ഇളകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഈവനിങ്ങിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ കടലാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് വ്യൂ ഒക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നടന്നു കഴിഞ്ഞാണ് നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയത്. ഇതിങ്ങനെ ഒരു ബാൽക്കണി പോലെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അൽബേനിയൻ, അതിൻ്റെ പേരെന്താ റാക്കി അല്ലേ, റാക്കി റുഷി എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്തു. എൻ്റെ പേര് ഇതിനകത്ത് എവിടെയുള്ളത് ഇതാണ്ട് ഈ ഒരു ഐറ്റമാണ്. അപ്പം ഇതാണ് സാധനം. വെള്ളം പോലെ തന്നെ ഇരിക്കും, നമ്മുടെ വൈറ്റ് റം പോലെ ഇരിക്കും. പക്ഷേ തനി വാറ്റ് നല്ല ചങ്ക് പൊള്ളി ഇറങ്ങുന്ന സാധനമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. എന്തൊക്കെയായിരുന്നു സച്ചിൻ അതിൻ്റെ പേരുകൾ? ഫിഷ്, പിസ്സ, ഗ്രിൽഡ് പ്രോൺസ്, പിന്നെ ചിക്കൻ ഗ്രിൽഡ് വിത്ത് പൊട്ടാറ്റോസ്. ഇത് പ്രോൺസ് ആണ്. പിന്നെ ഇതാണെങ്കിലും മൊത്തം മിക്സ്ഡാണ്. സമ്മർ പിസ്സ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഐറ്റംസും മിക്സ്ഡ് ആയിട്ടുള്ളൊരു പിസ്സയാണ്, നല്ല പിസ്സയാണ്. ഇതൊരു ഉണക്കമീൻ പോലെ തോന്നുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയാം. ഇനിയിപ്പോൾ മസാലകളൊന്നുമില്ല, പാളിപ്പോയില്ലൊന്നും അറിയത്തില്ല. ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയാം. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടിറങ്ങി. ഫുഡൊക്കെ നല്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ആ കാണുന്ന ആക്ച്വലി ഒരു ഫ്ലോട്ടിംഗ് പബ്ബാണ്. ഷിപ്പിൽ കംപ്ലീറ്റ് ഒരു പബ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. ഞങ്ങൾ കയറിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ ഡേ 3 ഇവിടെ ആരംഭിച്ചു. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗ്രോ കാസ്റ്റർ എന്ന് പറയും. അതൊരു വലിയൊരു കാസ്റ്റലാണ്. പിന്നെ അവിടെ ഒരു പഴയ ഒരു മാർക്കറ്റും ഉണ്ട്. അപ്പം അത് കാണാനുള്ള ഞങ്ങളുടെ യാത്രയിലേക്കാണ്. ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പഴവും ബ്രെഡും ഒക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പം നമ്മളിവിടെ ഒരു ഗ്രോ കാസ്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടെ പാർക്കിംഗ് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ സൈഡിലായിട്ട് ഒതുക്കിയിട്ടുണ്ട് താഴെ. പിന്നെ ഇതാണ് ഏകദേശം എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു പേര് വരുന്നത്. പിന്നെ അതിൻ്റെ റേറ്റ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ബിൽഡിങ്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു മൗണ്ടൻ പോലെയാണ്. അവിടെ മൊത്തം ഇങ്ങനെ ബിൽഡിങ്സാണ്. നല്ല അകത്തോട്ട് കയറാം. ക്യാമറ അലൗഡ് ആണോ എന്ന് അറിയത്തില്ല. ഞങ്ങളൊന്ന് കയറ്റി നോക്കട്ടെ.
അപ്പം ഇതാണ് നമ്മുടെ കാസിൽ കേട്ടോ. അപ്പം ഇതുപോലത്തെ പീരങ്കികളാണ് അവിടെ കൂടുതലും. പക്ഷേ അകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് വന്നു. അതിൻ്റെ ഒരു ഇതുണ്ടോ ഇതുപോലത്തെ ഇതല്ല, ഇതിൻ്റെ പല ടൈപ്പുകളുണ്ട്. അപ്പം അവിടുന്ന് പുറത്തേക്ക് ഒരു സൈഡിൽ വരുമ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. നമുക്ക് ഈ സിറ്റി ഫുള്ള് കാണാം. ഇങ്ങനെ കണ്ടോ നല്ലൊരു, അവിടെ ഒരു പഴയ ഒരു വിമാനമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഫ്ലൈറ്റ്. ഇതൊരു അതിൻ്റെ ഒരു പഴയ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതായിരിക്കണം. ഇങ്ങനെ ഇതാണ്. പിന്നെ ഇതൊക്കെ ആ ഒരു ഇതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ വഴി സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ താഴെ ഒരു മാർക്കറ്റുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. ഇങ്ങനെ താഴെ കുറച്ച് നടക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ താഴെ ഒരു പഴയ ഒരു ഓൾഡ് എന്താ പറയുക ഒരു ഓൾഡ് രീതിയിലുള്ളൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സൂവനീഴ്സും ഗിഫ്റ്റ് ഷോപ്സും പിന്നെ കുറേ പബ്ബും പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. നമുക്ക് ആ ഒരു പഴയ ഒരു എന്താ പറയുക പഴയ യൂറോപ്യൻ രാജ്യത്തിലൊക്കെ ഉള്ള ടൈപ്പ് മാർക്കറ്റില്ലേ, അതുപോലത്തെ ഒരു ഇതായിരുന്നു. ഞങ്ങളങ്ങനെ അതിലുമ്പഴി കുറേ ചുറ്റിക്കറങ്ങി നടന്നു. പക്ഷെ ഭയങ്കര ചൂട് അസഹനീയമായിരുന്നു. എനിവേ പക്ഷെ നമ്മളതൊന്നും വയ്ക്കാതെ ഇങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ഫുട്ബോൾ ഫാൻസാണ്. അപ്പോൾ ഓൾറെഡി യൂറോ കപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്ന് അൽബേനിയ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവരുടെ എന്തോ ഫൈനൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു, ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കാണാം, ഈവൻ പുറത്ത് വരെ ഇങ്ങനെ ടി വി ഒക്കെ വെച്ചിട്ട് എല്ലാവരും അത് കാണുമായിരുന്നു. പിന്നെ ഭയങ്കര ലൈവാട്ടോ, ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു സിറ്റിയും ഒരു മാർക്കറ്റും ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായിരുന്നു അതിൻ്റെ പേര്, ബിറക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇത് കേട്ടോ. അതിപ്പം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. വേറെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളിവിടെ ഒരു കടയിൽ കയറി ഞങ്ങൾ കുറച്ച് ഓറഞ്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നാമെന്തോ സ്മൂത്തി. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല വെയിലാണ് പുറത്ത്. 37 ഡിഗ്രി. നമ്മളിപ്പോൾ ഇതിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂസാണ് ഇവിടെ. ഇതൊരു ചുരം പോലെയാണ്. പിന്നെ ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഫുട്ബോൾ ആരാധകരാണ്. എവിടെ ചെന്നാലും നമ്മൾ എല്ലാ കടകളിലും എല്ലാ ആൾക്കാരും ഫുൾ ടൈം ഫുട്ബോൾ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഭയങ്കര ഞങ്ങളിപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോഴേക്കും അവിടുത്തെ കുറേ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് കാണുന്നവർ ഫുട്ബോളിനാണ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അവർ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇനി നേരെ ബ്ലൂ ഐ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഈ ഓൺ ദ വേയിലുള്ളൊരു ചുരം പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മൾ ആ വന്ന വഴിയും അതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ആ സൈഡിൽ കൂടെ കാണാൻ. ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടി. ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പോവാണ്. അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു അവിടുന്ന്. അപ്പം ഇനി അങ്ങോട്ട് അവിടെ വെച്ച് കാണാം. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. 7 kilometers. 7. Oh my god. You need to say that. Last kilometer was so. What? How much? 18%. നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഗായ്സ് നമ്മൾ
ബ്ലൂ ഐസിലേക്ക് പോവുകയാണ്. ബ്ലൂ ഐസ് ആയിരുന്നു അല്ലല്ലോ, ബ്ലൂ ഐ അല്ലേ? ബ്ലൂ ഐസ് ഇല്ല കേട്ടോ, ഞാൻ കൂട്ടി പറഞ്ഞ. ഒടുക്കത്തെ ചൂടാ, സഹിക്കാൻ മേല, അന്യായ ചൂടാ. ഞങ്ങളൊക്കെ ലിറ്ററലി വേർത്ത് കുളിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇത് കാണാനുള്ള ഒരു ഇതിൽ നമ്മളങ്ങ് നടക്കുന്നു, ത്വരയിൽ നമ്മളങ്ങ് നടക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഇങ്ങനെ ഈ ഇതുപോലത്തെ സൗകര്യം ഇങ്ങനത്തെ ഇതിന് വേണം നമുക്ക് കയറിയിട്ട് പോകാം, ഈ ഒരു ട്രെയിൻ പോലെ. പിന്നെ അവിടെ ബൈക്ക് സർവീസും ഉണ്ടായിരുന്നു, നമുക്ക് അതിനകത്ത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പിന്നെ നടക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് 20 പൗണ്ട് അങ്ങനെയൊക്കെയാണ്. ഇതിനാണെങ്കിൽ അത്ര ഇതില്ല, ഇത് ഓരോ മണിക്കൂർ ഇടവിട്ടൊക്കെ ഉള്ളൂ ഈ ട്രെയിനിൻ്റെ സർവീസ്. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വെച്ചു. അപ്പം നടന്നു വന്ന വഴിക്ക് ഞങ്ങളിവിടെ ഒരു കയാക്കിങ്ങിൻ്റെ സംഭവം കണ്ടു. അപ്പം കണ്ടപ്പം അതുവരെ ഞങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു, പെട്ടെന്ന് കണ്ടപ്പോൾ എന്നാൽ അതിലൊന്ന് കയറിയേക്കാമെന്നുള്ളൊരു ആലോചന വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളിയും പെട്ടെന്ന് ഇങ്ങോട്ട് ഭയങ്കര ഒരു ആക്റ്റീവ് പുള്ളിയായിരുന്നു കേട്ടോ. പുള്ളി പെട്ടെന്ന് കൂടി വന്ന് കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞ് ഇതെടുക്കുക, എത്ര മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല, 20 പൗണ്ട് വെച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവർ പറഞ്ഞ ഇച്ചിലൂടെ ആക്സസ് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞു. ബ്ലൂ ആയി നമുക്കതിൻ്റെ മുകളിൽ ഏകദേശം മൊത്തം കാണാം, ഇച്ചിലൂടെ അടുത്ത് കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ അത് എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞങ്ങളതിനകത്തോട്ട് കയറുവാണ്. ഗായ്സ്, ഞങ്ങളിപ്പം ഒരുമാതിരി മറ്റേ രീതിയിലായി പോയി കയാക്കിങ്ങിന് കയറിയേക്കുവാണ്. എന്താവും എങ്ങനെയാവുമെന്നത് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ സ്റ്റിൽ കയാക്കിങ്ങിലാണ്. അവിടെ 2 പേരെ കാണാം, അവർ തുഴയുന്നു. അപ്പോൾ ഞങ്ങളിതാണ് ഈ ബ്ലൂ ഐയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് പോലെ വെച്ചേക്കുന്നുണ്ട്, ഒരു പുല്ല് വളർന്നേക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് പോരെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ അവിടം വരെ വന്നു. അപ്പം തന്നെ നമുക്ക് ഫുള്ള് കാണാം ആ ഒരു ബ്ലൂ താഴെ ഇങ്ങനെ സ്പ്രിങ് വാട്ടർ പോലെ താഴെ നിന്ന് ഉറവ് പോലെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ 1000 ഓഫ് ലിറ്റേഴ്സാണ് ഇങ്ങനെ മണിക്കൂറുകളിൽ ഇങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്പ്രിങ് വാട്ടർ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പുമാണ്, നല്ല രസമായിരുന്നു കാണാൻ. അതിപ്പം നമ്മൾ കുറേ നേരം അതിലൂടെ നടന്നു, ഇങ്ങനെ തുഴഞ്ഞു നടന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ 2 പേരുടെയും ബോട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് പിടിച്ച് അങ്ങനെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ അതിലൂടെ കാണിച്ച് നടന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് നടന്നു വന്ന ആ ഒരു ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതിലൂടെ നമുക്ക് അങ്ങോട്ട് വരാം അപ്പുറത്തൂടെ. അപ്പോൾ നമുക്ക് ഇത്ര അടുത്ത് കാണാനുള്ളൊരു ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ അതാണ് കയാക്ക് ചെയ്താലുള്ളൊരു ഇവിടെ വന്ന് കയാക്കിങ്ങിന് കയറി കഴിഞ്ഞാലുള്ളൊരു ഉപകാരം അതാണ്. പിന്നെ അവർ ടൈം റെസ്ട്രിക്ഷൻ വെച്ചിട്ടില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും കയാക്ക് ചെയ്യാം. അത് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു. കാരണം നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് ഞങ്ങളൊരു 2 മണിക്കൂർ ഇത് കണ്ടു. ഇതതിൻ്റെ അടിയിലൊരു ഞങ്ങളങ്ങനെ ഞാൻ ചുമ്മാ ഫോൺ മുക്കിയെടുത്ത് എൻ്റെ ഇവിടെയാണ് നമ്മളിന്ന് കയാക്കിങ് ചെയ്ത് വർക്കർ ടൂർസ് ആണ്. അപ്പോൾ ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റ് ആണ്, നല്ല ഇതാണ്, നല്ല സർവീസാണ്. അപ്പം പുള്ളിയാണ് നമ്മുടെ ആൾ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇതിലൂടെയൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലൂ ഐ ഒക്കെ അവിടെ മുകളിൽ പോയി കയാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടുത്തായിട്ട് കാണാം, നല്ല സൗകര്യമാണ്. ഓക്കെ, അത് ഞങ്ങൾ കയാക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് ബ്ലൂ ഐയുടെ അങ്ങോട്ട് നടക്കുകയാണ്. ഇതാണ് നല്ല രസമാണ്, അതിൻ്റെ ആ ഒരു നല്ല ഒഴുക്കുള്ളൊരു ഇതാണ്, ഒരു തോട് പോലത്തിലൂടെ അതിൻ്റെ ഒരു വലിയൊരു സ്ട്രീമാണ്. അപ്പം നല്ല രസമാണ് അത് കാണാൻ. ഞങ്ങളവിടെ നേരെ അങ്ങോട്ട് പോയി, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് കടകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടുത്തെ അത്യാവശ്യം ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെങ്കിലും ദാഹിക്കും ഇതൊക്കെ ആണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇതാ ഒരു ബ്ലൂ ഐഡ് അതാണ്, ഇതിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. ഇത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആ നിൽക്കുന്ന അവിടെ നിന്ന് നമ്മൾ താഴോട്ട്, അതാണ് യഥാർത്ഥ ബ്ലൂ ഐ എന്ന് അറിയപ്പെടുന്നത്. അപ്പം അവിടെ നിന്നാണ് ഈ വെള്ളം നമുക്കിങ്ങനെ വരുന്നത് കാണാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ബ്ലൂ ഐയുടെ സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ അവിടെ തന്നെ കണ്ട ആ ഒരു സ്ട്രീമിൻ്റെ ബ്ലൂ ഐന്ന് വരുന്ന വെള്ളം ഇത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ച്, രണ്ടും കൽപ്പിച്ച്
ഗോപ്രോ മുക്കാനും അതിനൊക്കെയുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാലിങ്ങനെ എല്ല് തുളയുന്ന വേദന പോലെ. നമുക്ക് ഈ കാലിൽ ഭയങ്കര, നമുക്ക് ബോഡിക്ക് അത്ര അറിയാൻ പറ്റുന്നില്ല, പക്ഷേ കാലിനൊരു രക്ഷയില്ല. ഞങ്ങൾ എന്നിട്ടൊന്ന് മുങ്ങിയിട്ട് പെട്ടെന്ന് മുങ്ങി അവിടുന്ന് ഓടുക ചെയ്യുക. നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാണ്. അപ്പം അത്രയ്ക്കും തണുപ്പായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര സുഖമായിരുന്നു കേട്ടോ ഒന്ന് മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക്, ഇന്നിപ്പോൾ ലേറ്റായി. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 4th ഡേയിലേക്ക് കിടക്കാൻ പോവാണ്. പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ നൈറ്റ് സ്റ്റേ ചെയ്ത് അടുത്ത സ്ഥലത്ത് നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കിനി അടുത്ത വ്ളോഗിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ കുറേയൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.